ഹലോ, ടെമൂന്ന് ഓർഡർ ചെയ്ത കുറച്ച് ഐറ്റംസ് കാണിക്കാമേ. ഫസ്റ്റ് ഓർഡർ ചെയ്തതാണ് ഈ മാഗ്നറ്റ് ബോർഡ്. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് മെൻഷൻ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് ഗ്രോസറീസ് എഴുതാനോ നമുക്ക് യൂസ് ചെയ്യാം. ഞാനത് വെച്ചിരിക്കുന്നത് ഫ്രിഡ്ജിന് മുകളിലാണ്. അതിന് തന്നിരിക്കുന്ന പെന്നിനും ഡസ്റ്ററിനും എല്ലാം മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്കവിടെ ഈസി ആയിട്ട് വയ്ക്കാവുന്നതാണ്. പിന്നെ ഓർഡർ ചെയ്ത ഐറ്റമാണ് കുഞ്ഞിന് കുറുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇതൊക്കെ മുന്നേ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ടെമൂല് ഇത് വളരെ ചീപ്പറായിട്ടാണ് എനിക്ക് കിട്ടിയത്. നല്ല ഗുഡ് ക്വാളിറ്റി ആയിരുന്നു. 10 റിയാലിന് താഴെ. പിന്നെ ഓർഡർ ചെയ്ത ഐറ്റമാണ് ഇത് കേട്ടോ. വെജിറ്റബിൾ സ്റ്റീം ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. അന്നക്കുട്ടിക്ക് സെപ്പറേറ്റ് സ്റ്റീം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് വയ്ക്കാം, അതിൻ്റെ സ്റ്റാൻഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട്. പിന്നെ വാങ്ങിച്ചൊരു ഐറ്റമാണ് ഇത് കേട്ടോ, കണ്ടെയ്നർ. ഭയങ്കര യൂസ്ഫുള്ളാണ്. കുട്ടികളായിട്ട് പുറത്ത് പോകുമ്പോൾ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും ക്യാരി ചെയ്യാനായിട്ട് യൂസ്ഫുള്ളാണ്. ഇതൊരു എഗ് സ്റ്റോറേജ് ആണ്. നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഒരു കോർണറിൽ ഓരോ എഗ്ഗായിട്ട് നമുക്ക് വെക്കാം. 30 എഗ്ഗ് വരെ ഇതിന് പോകും. പിന്നെ ഇത് ഒരു വാട്ടർ ബാഗാണ്. ആക്ച്വലി കുട്ടികളെ കുറച്ച് എൻ്റർടൈൻ ചെയ്യാൻ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ടെമൂലിത് വളരെ ചീപ്പറായിരുന്നു. 19 റിയാൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതിലത് ഈസി ആയിട്ട് നമുക്ക് വെള്ളം ഫില്ല് ചെയ്യാനും പറ്റും. കുട്ടികൾ അതിൽ ഒത്തിരി എൻ്റർടൈനായിട്ട് ഇരിക്കുകയും ചെയ്തോളും. ഇതും അന്നക്കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അവർ എൻ്റർടൈൻ ചെയ്യാൻ ഒത്തിരി എളുപ്പമാണ്. സ്റ്റിക്ക് ചെയ്തിട്ട് ഇരുന്നോളും. ഇത് കണ്ട ഫണ്ണി ആയിട്ട് തോന്നും കേട്ടോ. പക്ഷെ എന്നെ ഏറ്റവും ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു സാധനമാണ് ചന്ദനത്തിരിയുടെ കത്തിച്ച് കഴിഞ്ഞ് വരുന്ന പൊടി വരുന്നത്. അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ്. വളരെ 2 റിയാൽ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വാങ്ങിച്ചു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തലകീഴായിട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിന് കത്തിത്തീരുന്ന പൊടി അതിനകത്ത് തന്നെ വീണുള്ളൂ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കളയും ചെയ്യാം കേട്ടോ. ഞാനതിനകത്ത് കൊടുത്തേക്ക് ഇത് എങ്ങനെ ഉണ്ടെന്ന്. എനിക്കിത് പേഴ്സണലി ഒത്തിരി ഇഷ്ടപ്പെട്ടു. അധികം പ്രൈസി അല്ല, പക്ഷെ ഒത്തിരി നല്ലതായിട്ട് തോന്നി. ഇതെല്ലാം ഫേക്ക് നെയിൽസാണ്. ഡ്യൂട്ടിക്കൊക്കെ പോകുന്നവർക്ക് എന്തെങ്കിലും ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്ത് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കളയും ചെയ്യാം. കാരണം അത്ര പ്രൈസി അല്ല. 2 റിയാൽ 3 റിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഞാൻ വാങ്ങിച്ച ഐറ്റംസ് ആണത്. ഞാൻ ഓർഡർ ചെയ്തതിൽ ഏറ്റവും നന്നായി തോന്നിയ ഒരു ഐറ്റംസാണ് കേട്ടോ. കാരണം ഞാൻ പേ ചെയ്തത് വെറും 10 റിയാലാണ്. പക്ഷേ വന്നിട്ടുള്ള ക്വാളിറ്റി ഒത്തിരി നല്ലതായിരുന്നു. പിന്നെ വാങ്ങിച്ചൊരു ഐറ്റമാണ് കേട്ടോ. ഇത് ഇതിനു വേണ്ടി വാങ്ങിച്ചതാണ്. ഇതൊരു ടോർച്ച് പോലെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് 3-4 ഫിലിംസ് ഉണ്ടായിരുന്നു. ഒന്ന് ഫിഷിൻ്റെ, പിന്നെ ഒന്നുണ്ടായിരുന്നത് ABCD, പിന്നെ ഒന്ന് കുറച്ച് വണ്ടികൾ കാണിക്കുന്നത്, അങ്ങനെ ഒരു 3-4 ഫിലിംസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടോർച്ച് ഓണാക്കി അതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇമേജസൊക്കെ മാറിക്കൊണ്ടിരിക്കും. 5 റിയാലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് അത് ഒത്തിരി നല്ലതായിട്ട് തോന്നി. ഒത്തിരി ഇമേജസ് ഉണ്ടായിരുന്നു കേട്ടോ. ഏതിനാണെങ്കിൽ ഇത് കിട്ടിയത് മുതൽ താഴെ വെച്ചിട്ടേ ഇല്ല. അതിനകത്ത് തന്നെ ബാറ്ററി ഉണ്ടായിരുന്നു. നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കുക. ഇത് കണ്ടില്ലേ, ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടെമൂല് ഓർഡർ ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഷെയർ ചെയ്തതാണ്. Thanks for watching.